ജീവിതത്തിൽ പലതിനു വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ കേട്ടുകഴിഞ്ഞാൽ നിസ്സാരമെന്ന് തോന്നുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമായ ചില കാര്യങ്ങളെ നമ്മൾ ഗൗരവത്തിലെടുക്കാറില്ല. അതിലൊന്നാണ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിൻ്റെ കാര്യം. നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ് അല്ലേ, കുട്ടികൾ കഴിവുള്ളവരും ധൈര്യമുള്ളവരും ബുദ്ധിയുള്ളവരുമൊക്കെ ആവണമെന്ന്. കുട്ടികളിൽ ഏകദേശം 5 മുതൽ 6 വയസ്സാകുമ്പോഴേക്കും കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ച 90% പൂർത്തിയാവുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന വിലയേറിയ സമയം അവരുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ വളർന്നു വന്നതിന് ശേഷം നമ്മളിൽ എത്ര പേര് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്? നമ്മൾ പറയുന്ന ഈ കഥ പറച്ചിൽ മനഃശാസ്ത്ര വിദഗ്ധർ കോഗ്നിറ്റീവ് തെറാപ്യൂട്ടിക് ടൂൾ എന്ന ഒരു തെറാപ്പി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് ADHD, ഓട്ടിസം, അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളിൽ ഈ കഥ പറച്ചിലുകൾ കാരണം അവരുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർദ്ധിച്ചു വരുന്നതായും, എന്ന് വെച്ചാൽ അവരുടെ തലച്ചോറിലെ ന്യൂറൽ സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതായും അവരുടെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്നതായും കണ്ടുപിടിച്ചിട്ടുണ്ട്. സെക്കൻഡുകളിൽ മില്യൺ കണക്കിന് ന്യൂറോണുകളാണ് നമ്മുടെ കുട്ടികളുടെ തലച്ചോറ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം അവരുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. അവരുടെ ക്രിയാത്മകമായ കഴിവ് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കോൺസെൻട്രേഷൻ പവർ, ശ്രദ്ധ ഏകീകരിക്കാനുള്ള അവരുടെ കഴിവും ഭാവിയിൽ തന്ത്രപരമായി അവരുടെ ജീവിതത്തെ സമീപിക്കാനുള്ള കഴിവുമെല്ലാം അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മളെ വിലയേറിയ സമയം വളരെ കുറച്ചാണെങ്കിലും ദിവസവും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും കൊടുക്കണം.